വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ശ്രീ ബനാസ ഖാലിദ്. അപ്പൊ എല്ലാവരും എക്സാമിനേഷൻസിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായും ഈ വരുന്ന എക്സാമിനേഷൻസിനും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകളായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയും അതുപോലെ ഇനി വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ ഒറ്റ പരീക്ഷകൾ വരുന്നുണ്ട്. അതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, സെക്രട്ടേറിയറ്റ് പോയാണ്. അപ്പം ഇതില് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കി പോകുന്നത്. അപ്പൊ തീർച്ചയായും ഈ പരീക്ഷ എഴുതുന്ന ആളുകൾ ഇനി പുതുതായിട്ട് എക്സാമിനേഷൻ എഴുതുന്നവരായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇത് 2025 നടന്നൊരു പരീക്ഷയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാനും ഉള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പഠനം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റീസെന്റ് നിന്ന് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഈ ഫാക്ട്സ് ഒരു ആൻസറും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും മനസ്സിലാക്കി പോകാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. അപ്പൊ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മനസ്സിലാക്കി പോവാം. അപ്പൊ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. തീർച്ചയായും ഇതിന്റെ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി വെക്കാം. ഇപ്പം കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അപ്പൊ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഒന്നാമത് മനസ്സിലാക്കിയ എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ് ചോദിച്ചാൽ ആരാണ് ഉത്തരം? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹം INC പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണ്? 1897 അമരാവതി സമ്മേളനമാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഏത് സമ്മേളനത്തിലാണ്? 1897 അമരാവതി സമ്മേളനത്തില്. ഇനി അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു. അപ്പൊ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹം ആ അംഗത്വം രാജിവെച്ചത് ഏതൊരു സംഭവത്തെ തുടർന്ന് അദ്ദേഹം ആ ഒരു അംഗത്വം രാജിവെച്ചത്? അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന സംഭവത്തോടുകൂടി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോട് പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയുണ്ടായി. ഇനി ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിദ്വേഷം അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ഗാന്ധിയും അരാജകത്വം. ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം ഗാന്ധിജിയുടെ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രചിച്ച ഗ്രന്ഥം കൂടിയാണെന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പൊ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇതാണ് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. അപ്പൊ ഇവിടെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതേ നമ്മൾ കാലഗണന ക്രമത്തിൽ എഴുതുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ? ഓപ്ഷൻ സി. അതായത് ഒന്നാമത് വരുന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് കുളച്ചൽ യുദ്ധം. മൂന്നാമത് ശ്രീരംഗപട്ടണം സന്ധി. നാലാമത് കുണ്ടറ വിളംബരം. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ആദ്യം ആറ്റിങ്ങൽ കലാപം, 2 കുളച്ചൽ യുദ്ധം, 3 ശ്രീരംഗപട്ടണം സന്ധി, 4 കുണ്ടറ വിളംബരം. അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യം നോക്കാം. നമുക്ക് ഒന്നാമത് പഠിച്ചെന്താണ്? ആറ്റിങ്ങൽ കലാപം അല്ലെ? ഒന്നാമത് എന്താണ്? അപ്പൊ ആറ്റിങ്ങൽ കലാപം ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം എന്താണ്? 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15-ന്. ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? അപ്പൊ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ.
ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി അറിയപ്പെടുന്നത് വേണാട് ഉടമ്പടിയാണ്. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ഏത് വർഷം ഒപ്പുവെച്ചത്? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇനി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ അല്ലെ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. അത് 1723. ഇനി വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓം ആണ് വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത്. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഇത്രയും പോയിന്റ്സുകൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തേക്ക് പോകാം. അടുത്ത ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് കുളച്ചൽ യുദ്ധം അല്ലെ. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ. അപ്പൊ നമ്മൾ കുളച്ചൽ യുദ്ധത്തെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് മനസ്സിലാക്കണം? ഒന്ന്, അത് നടന്ന വർഷം അല്ലെ. നമ്മൾ മനസ്സിലാക്കിയത് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഇനി കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരൻ തമ്മിലാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഇനി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തിയെ ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തി? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ഇനി കുളച്ചൽ എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപന്റെ പേരാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയ് ആണ്. തിരുവിതാംകൂറിന്റെ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ട സൈന്യാധിപനും ആര് തന്നെയാണ്? ഡിലനോയ് ആണ് കേട്ടോ. ഇനി ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ട എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് ചോദിച്ചാൽ വീരരവിവർമ്മയാണ്. വേണാട് രാജാവ് വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സ്. നോക്കിയേ, കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ഏത് വർഷമാണ്? 1709 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം ഡേറ്റ് ചെയ്താണ് 1709 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം എന്താണ്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് മൂന്നാർ മൈസൂർ യുദ്ധത്തെ തുടർന്ന് നടത്തിയ സന്ധിയാണ്. മൂന്നാർ മൈസൂർ യുദ്ധത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? മൂന്നാർ മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്ന 1790-92 കാലഘട്ടമാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട കാരണം, മൂന്നാർ മൈസൂർ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. ഈ മൂന്നാർ മൈസൂർ യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ്. ഇനി മൂന്നാർ മൈസൂർ യുദ്ധം അവസാനിക്കാനിടയായ അല്ലെങ്കിൽ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ആ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇപ്പൊ ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായിട്ട് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് ഏത് പ്രദേശമാണ് വിട്ടുകൊടുത്തത്? മലബാർ പ്രദേശമാണ് വിട്ടുകൊടുത്തത്. ഇവിടെ ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് ഏത് വർഷം? 1792. അപ്പൊ നമ്മളുടെ വർഷങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ കാലഗണന ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വരുന്ന ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1741 ഏപ്രിൽ 15 പഠിച്ചു. ഇനി രണ്ടാമത് ഏത് വരും? കുളച്ചൽ യുദ്ധം അല്ലെ, 1740 ഓഗസ്റ്റ് 10 പഠിച്ചു. അതിനുശേഷം വരുന്ന ശ്രീരംഗപട്ടണം സന്ധി 1792 മനസ്സിലാക്കി. ഇനി കുണ്ടറ വിളംബരമാണെങ്കിൽ 1709 ജനുവരി 11. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാലഗണന ക്രമത്തിൽ പ്രധാന സംഭവങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 4 സംഭവങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതൊരു എക്സാമിന് ചോദിച്ചാലും ഇനി അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ചേരുംപടി ചേർക്കുക അല്ലെ. ഇവിടെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഹിറ്റ്ലറിനെയും ബെനിറ്റോ മുസോളിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഉത്തരം, ഏതാണ് ശരിയായ ഉത്തരം എന്ന് മനസ്സിലാക്കാം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് ത്രികക്ഷി സംഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അല്ലെ. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അച്ചുതണ്ട് ശക്തികൾ അല്ലെ. സഖ്യ ശക്തികളും അതുപോലെ അച്ചുതണ്ട് ശക്തികളും ഏതുമായി ബന്ധപ്പെട്ടതാണ്? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത് അല്ലെ. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത് ഏതാണ്? തവിട്ട് കുപ്പായക്കാരാണ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത്. പിന്നെ ബെനിറ്റോ മുസോളിനി ആണെങ്കിൽ കരിങ്കുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനി ആണ് കരിങ്കുപ്പായക്കാർ. ഇത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ ഓരോന്നായിട്ട് നോക്കി പോവാം. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യൂ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1914
അപ്പൊ 1915 ജൂൺ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. അതാണ് നമ്മുടെ ഓപ്ഷൻ. ഇപ്പൊ എന്താണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും ഏതിൽ വരുന്നതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ്. ഇനി അതിലെ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതാണ്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഏതാണ്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഇനി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ഇറ്റലി ഏത് സഖ്യത്തിന് അംഗമായിരുന്നു? ത്രികക്ഷി സഖ്യത്തിലെ അംഗമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച ആദ്യ സമയത്ത് ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലെ അംഗമായിരുന്നു. പിന്നീട് അത് അവസാനിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലെ അംഗമായിരുന്നു. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇടയായ കാരണം എന്താണെന്ന് നോക്കാം. 1914 ജൂൺ 28 1914 ജൂൺ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരജോവയിൽ വെച്ച് ഗാവ്ലോ പ്രിൻസെപ്സ് എന്ന സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാന സംഭവം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇടയാക്കിയ പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? 1914 ജൂൺ 28 ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരജോവയിൽ വെച്ച് ഗാവ്ലോ പ്രിൻസെപ്പ് എന്ന സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രിയയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായിട്ട് ആക്രമിച്ച രാജ്യം. ആദ്യത്തെ ആക്രമിക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് വെച്ചാൽ സെർബിയയാണ്. അപ്പൊ ആദ്യം ആക്രമണം സ്റ്റാർട്ട് ചെയ്ത് ഓസ്ട്രിയയും ആക്രമിക്കപ്പെട്ട ആദ്യ രാജ്യം സെർബിയമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ജർമ്മനിയാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോസ്റ്റീനും ക്ലോറിനുമാണ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഏതൊക്കെയാണ്? ഫോസ്റ്റീനും ക്ലോറിനുമാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണെന്ന് വെച്ചാൽ വേഴ്സായ് ഉടമ്പടിയാണ്. അപ്പൊ വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്ന് പറയുന്നത് 1919 പാരീസിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കേണ്ട ഉടമ്പടി ഏതാണ്? വേഴ്സായ്സ് ഉടമ്പടി 1919 പാരീസിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തില് തീവ്ര ദേശീയത അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് പാൻ സ്ലേവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇതൊക്കെയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇതിൽ എന്താണ് പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് വെച്ചാൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായിട്ട് റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത പാൻ ജർമ്മൻ പ്രസ്ഥാനമാണെങ്കിൽ മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ്. അപ്പൊ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകീകരിക്കുന്നതായിട്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. എവിടെയുള്ള ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനാണ്? മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഉള്ള സ്ലാവ് വംശജരെയാണ് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ റഷ്യൻ സഹായത്തോടെ നടത്തിയ പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ്. ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി. ഇനി അടുത്തത് പ്രതികാര പ്രസ്ഥാനം കൂടി ഉണ്ട്. അത് 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ
അൽസസ് ലൊറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. അപ്പൊ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് OAയിൽ എക്സാമിനേഷൻ നടന്ന സെക്രട്ടറി OA എക്സാമിനേഷൻ നടന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഇനി വരുന്ന പരീക്ഷകളിലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. മറ്റുള്ളവരാണെങ്കിൽ ഇത് റിവൈസ് ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരിക്കലും റിവിഷന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. റിവിഷൻ കൊണ്ട് മാത്രമേ നമുക്ക്